ഹായ് ഫ്രണ്ട്സ്, അദ്വൈതം ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ഇല്ലാത്ത അവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയറും കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ബ്ലോഗായിട്ട് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് റബ്ബർ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ റബ്ബർ വെട്ടുന്നില്ല. ഇപ്പം വെട്ട് നിർത്തിയിട്ടിരിക്കുന്ന സീസണാണല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ പോയി നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ റബ്ബർ ആ വസ്തുവിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ അവിടെ ഒരു സസ്പെൻസ് ഉണ്ട്, അത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് കാണാം. ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം, കൂടെ വന്നോളൂ. ഓക്കെ. ഗൈസ്, ഇതുവരെ കാറ് ഇറങ്ങത്തുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോകേണ്ടതാണ്. ഇതുവരെ വരത്തുള്ളൂ, അതുകൊണ്ട് കാർ ഒതുക്കിയിടുക. ഇനി ഇവിടെ നിന്ന് നടന്ന് താഴോട്ട് നമുക്ക് പോകണം, നമ്മുടെ വസ്തുവിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് ഇവിടെ ഒരു ഓപ്പൺ ജയിലുണ്ട്. ഓപ്പൺ ജയിലിൻ്റെ അനെക്സാണ്, അതാണ് ഇവിടെ. കണ്ടോ, അതൊക്കെ ഓപ്പൺ ജയിലിൻ്റെ ബിൽഡിങ്ങാണ്. 2 ഓപ്പൺ ജയിലുണ്ട്. ഒന്ന് നെട്ടുകാൽത്തേരി ഓപ്പൺ ജയിലുണ്ട്, ഇത് അതിൻ്റെ അനെക്സാണ്. ഓപ്പൺ ജയിലിൻ്റെ അനെക്സ്.
ഗെയ്സ്, ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് നമ്മുടെ റബ്ബർ നിൽക്കുന്ന വസ്തുവിൽ പോകേണ്ടത്. അങ്ങ് താഴോട്ടിന് നടന്ന് പോകണം. കണ്ടോ, ഇവിടെയൊക്കെ റബ്ബർ മുറിച്ചിരിക്കുകയാണ്. റബ്ബർ മുറിച്ചിട്ട് ഇവിടെയൊക്കെ മരിച്ചിനി വെച്ചിരിക്കുക. ഇവിടെ പന്നിയുടെയൊക്കെ ഒത്തിരി ശല്യമുള്ളത് കൊണ്ട് ഇതേ കമ്പുവേലിയൊക്കെ അടിച്ച് നമ്മുടെ വസ്തു ഞങ്ങൾ കുറച്ച് ദൂരം, ഒരു 5 മിനിറ്റ് നടക്കാമെന്നുള്ള ദൂരം. കാർ ഇറങ്ങാം, പക്ഷേ ഇച്ചിരി കയറ്റം ആയതുകൊണ്ട് വണ്ടി ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു എന്തോ വിളി കേട്ടല്ലോ. ഇവിടെ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കാണാനില്ല. കാണുകയാണെങ്കിൽ സംഭവം ഞങ്ങളുടെ ഈ വസ്തു ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒത്തിരി മയിൽ വരും. മയിലും മരുന്നും ഒത്തിരി 10-25 എപ്പോൾ നോക്കിയാലും ഈ ഏരിയയിൽ എല്ലായിടവും ഉണ്ട്. അതാണ് ഞാനൊരു സസ്പെൻസ് കാണിച്ചു തരാണ്. ഇപ്പോൾ എവിടെ ഒരു വിളി കേട്ട്, പക്ഷെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ അത്രയും നിറഞ്ഞിരിക്കുന്നതാണ് മയിൽ. നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടോന്ന്. മയിൽ ദേ പോകുന്നു. കണ്ടോ? യെസ്, അയ്യടാ, 2 മയിൽ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞങ്ങളെ കണ്ടതും അത് ഇറങ്ങി പറന്ന് ഓടിക്കളഞ്ഞു കേട്ടോ. വലിയ മയില, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ അടുത്തോട്ട് വീഡിയോ എടുക്കാൻ പോയതും പറന്ന് പോയി കളയുന്നു, നീങ്ങി പോയി കളയുന്നു. നല്ല ഭംഗിയുള്ളതായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വസ്തു. റബ്ബറാണ്, വെട്ടാതെ ഇട്ടിരിക്കുകയാണ്. ഇനി 1 മാസം കൂടെ മഴയൊക്കെ പെയ്തിട്ട് ഇത് വെട്ടത്തുള്ളൂ, റബ്ബർ വെട്ടത്തുള്ളൂ. ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് കീലൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. റബ്ബറുള്ളവർക്കൊക്കെ അറിയാം.
പിന്നെ ഒരു 2-3 മഴയൊക്കെ നന്നായിട്ട് പെയ്ത് അടുത്ത മാസമൊക്കെ ആയിരിക്കും വെട്ടുന്നത് സമയത്ത്. അപ്പോൾ ഇത് നോക്കാനാണ് വന്നത്. ഇവിടെ ഒത്തിരി മയിലൊക്കെ ഉണ്ടായിരുന്നു, അത് 2-3 കണ്ടു. അല്ലെങ്കിൽ ഒത്തിരി മയിലൊക്കെ ഇവിടെ കാണുന്നതാണ്. പിന്നെ ഇപ്പം മയിലുകൾ മുട്ടയിടുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു കാടിനിടയിലൊക്കെ മുട്ടയിട്ട് അടയിരിക്കുന്ന സമയമാണ്. മാർച്ച് മാസമൊക്കെ, മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് മയിലിൻ്റെ പ്രജനന സമയം. അപ്പോൾ അതാണ് ഇവിടെ മയിൽ കുറവ്. അല്ലെങ്കിൽ 10-20 മയിലൊക്കെ കൂട്ടത്തോടെ ഇവിടെയൊക്കെ ഇരിക്കും കേട്ടോ. ഒന്നിനെയും കാണാം, 2-3 നമ്മൾ കണ്ടതേ ഉള്ളൂ. നോക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് നോക്കാം. ഓക്കെ. ഈ മുളയുടെയൊക്കെ ഇടയിലാണ് മയിലൊക്കെ മുട്ടയിട്ട്. ഇവിടെയൊക്കെ കാണുമായിരിക്കും, കണ്ടോ, ഒത്തിരി കാടാണ് അവിടെയൊക്കെ. അപ്പോൾ അതിനിടയിലൊക്കെ ഒളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്, മാർച്ച് ഏപ്രിൽ മാസമാണ് മയിൽ പ്രജനന സമയം. അപ്പോൾ മുട്ടയിട്ട് അടയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റാത്തത്. ഒത്തിരി കാടായിട്ട് കിടക്കുന്നുണ്ട്. ഈറ എന്ന് പറയുന്ന സാധനം അത് നിറച്ചുണ്ട്. അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ടൊക്കെ അത് നമുക്ക് പറ്റത്തില്ല, അവിടെ നിന്ന് നോക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ 2-3 മയിലിനൊക്കെ ഉണ്ട്, നമ്മൾ കണ്ട് ഓടിക്കളഞ്ഞു, വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതാണ് കാര്യം. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കണ്ടല്ലോ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല. ഇൻട്രോയിലൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് മയിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മയിൽ ഇതിനേക്കാളും ഒത്തിരി കാണുമെന്ന് പ്രതീക്ഷിച്ചല്ലേ സിദ്ധിക്കുട്ട? ഞങ്ങൾ പലപ്പോഴും കാണുന്നത്, എപ്പോഴും കാണും അല്ലേ, ഒത്തിരി മയിൽ. പക്ഷേ ഇന്നത് കാണാൻ പറ്റിയില്ല. 2-3 മയിൽ ചെറിയ ഞങ്ങളെ കണ്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യൂ. ഓക്കെ, താങ്ക് യു. ബൈ ഗൈസ്.